അൾട്ടിമേറ്റ് സീരീസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്റർ 7 വെബ് ഹോസ്റ്റിംഗ്. കഴിഞ്ഞ ക്ലാസ്സുകളിലെ എങ്ങനെയാണ് HTML വഴി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൽ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി ഒരു വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഇന്റർനെറ്റിൽ അവൈലബിൾ ആക്കുക, അതിനെയാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റിന്റെ ഫയൽസ് വെബ് സെർവറിലോട്ട് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ അപ്ലോഡ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഇന്റർനെറ്റ് വഴി ബാക്കി ആളുകൾക്ക് അത് ഇന്റർനെറ്റ് വഴി ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അത് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് ഒരു വെബ് സെർവറൊക്കെ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഈ വെബ് സർവീസുകൾ, വെബ് ഹോസ്റ്റിംഗ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കുറെ കമ്പനീസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ കമ്പനീസിനെയാണ് വെബ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഗോഡാഡി എന്ന് പറയുന്ന വെബ്സൈറ്റ്. അപ്പൊ അതിൽ നമുക്ക് ഏത് ടൈപ്പ് വെബ് ഹോസ്റ്റിംഗ് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാനുള്ള പ്രൊവിഷൻ അവർ കൊടുക്കുന്നുണ്ട്. അതിന് ഒരു നിശ്ചിത പേയ്മെന്റും അവർ പറയുന്നുണ്ട്. നമ്മൾ വെബ് ഹോസ്റ്റിംഗ് പെർഫോം ചെയ്യാൻ ഡിഫറെന്റ് സ്റ്റെപ്സുകൾ ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റ് ഏത് ടൈപ്പ് ആണ്, അതിൽ എത്ര ട്രാഫിക് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളിലൊക്കെ നോക്കിയിട്ട് ഏത് ടൈപ്പ് വെബ് ഹോസ്റ്റിംഗ് വേണമെന്നുള്ളത് നമ്മൾ അത് തീരുമാനിക്കണം. അതിനുശേഷം ആ ഒരു വെബ് ഹോസ്റ്റിംഗ് സ്പേസ് നമ്മൾ പർച്ചേസ് ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്ത് പേരിലാണോ നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് കിട്ടേണ്ടത്, www. നമ്മുടെ സ്കൂളിന്റെ പേരാണെങ്കിൽ സ്കൂളിന്റെ പേര് .com. ആ പേര് കിട്ടാനായിട്ട് അതിനുള്ള രജിസ്ട്രേഷൻ നമ്മുടെ ഡൊമൈൻ നെയിം എന്നാണ് ഞാൻ പറയുന്നത്. ആ ഡൊമൈൻ നെയിം നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് പബ്ലിക്കലി ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മുടെ വെബ് സെർവറിലോട്ട് നമ്മുടെ വെബ്സൈറ്റിന്റെ ഫയൽസ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു വെബ് ഹോസ്റ്റിംഗ് അവിടെ പൂർത്തിയായിട്ട് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി കുറേയധികം ഫാക്ടേഴ്സ് നമ്മളിപ്പോ ഒരു ഏതൊക്കെ ടൈപ്പ് ഡിഫറെന്റ് ടൈപ്പ് വെബ് ഹോസ്റ്റിംഗ് മെത്തേഡ്സ് ഉണ്ട് നമ്മൾ പഠിക്കും. അപ്പൊ അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ നമുക്ക് എന്തായിരിക്കും, നമുക്ക് എത്ര സ്പേസ് വേണം നമ്മുടെ വെബ്സൈറ്റ് വെബ് സെർവറിൽ സ്റ്റോർ ചെയ്യാനായിട്ട്, എത്ര സ്പേസ് നമുക്ക് ആവശ്യമുണ്ടെന്നുള്ളതാണ് ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫാക്ടർ നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന ട്രാഫിക് എത്രയുണ്ടെന്നുള്ളതാണ്. ട്രാഫിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എത്ര വിസിറ്റേഴ്സ് അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ട്രാഫിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് എന്തൊക്കെ റിസോഴ്സസ് ആണ് ആവശ്യമുള്ളത്, നമുക്ക് പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഡാറ്റാബേസ് നമ്മുടെ വെബ്സൈറ്റിന് ആവശ്യമുണ്ടോ, ഉണ്ടെങ്കിൽ ഏത് ഡാറ്റാബേസ് ആണ് നമുക്ക് ആവശ്യം, ഏത് OS ആണ് നമുക്ക് സപ്പോർട്ടഡ് ആയിട്ട് വേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഏത് ടൈപ്പ് വെബ് ഹോസ്റ്റിംഗ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് വെബ് ഹോസ്റ്റിംഗ് ആണെന്നുള്ളത് സെലക്ട് ചെയ്യുന്നതിന്റെ ഡിഫറെന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഏതൊക്കെ ടൈപ്പ് വെബ് ഹോസ്റ്റിംഗ് ആണ് ഉള്ളതെന്ന് നോക്കാം. മെയിൻ ആയിട്ട് 3 ടൈപ്പ് വെബ് ഹോസ്റ്റിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഷെയർഡ് ഹോസ്റ്റിംഗ്, രണ്ടാമത്തെ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്, മൂന്നാമത്തെ വിർച്വൽ പ്രൈവറ്റ് സർവീസ്. 3 ടൈപ്പ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഷെയർഡ് ഹോസ്റ്റിംഗ് എന്നുള്ള ഫിഗർ നോക്കാം. കുറേയധികം വെബ്സൈറ്റുകൾ ഒരു വെബ് സെർവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെല്ലാം ഷെയർഡ് ആയിരിക്കും. അപ്പൊ ആ ഒരു വെബ് സെർവറിന് അനുബന്ധമായിട്ടുള്ള റാമും CPU എല്ലാം ആ വെബ്സൈറ്റുകൾ എല്ലാവരും കൂടി ഷെയർ ചെയ്യുന്ന ടൈപ്പാണ് ഷെയർഡ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് ഡെഡിക്കേറ്റഡ് വെബ് ഹോസ്റ്റിംഗ്. ഡെഡിക്കേറ്റഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു വെബ്സൈറ്റിന് മാത്രമായിട്ട് വെബ് സെർവർ നമ്മൾ റണ്ണിന് എടുക്കാം. അതിനെയാണ് ഡെഡിക്കേറ്റഡ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആ ഒരു വെബ്സൈറ്റ് മാത്രമായിട്ട് അത് മാറ്റി വെച്ചിരിക്കുകയാണ്, വേറെ ആരുമായിട്ടും ഷെയർ ചെയ്യുന്നില്ല. അത് കംപ്ലീറ്റ് റിസോഴ്സസ്, ആ വെബ് സെർവറിന്റെ കംപ്ലീറ്റ് റിസോഴ്സസ് നമ്മുടെ ഈ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് അലോക്കേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്കത് ഫുൾ ഫ്രീഡം ആണ് അത് ഡീൽ ചെയ്യാനായിട്ട്. അങ്ങനെയുള്ളതാണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടൈപ്പാണ് വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയുന്നത്. വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയുകയാണെങ്കിൽ ഷെയർഡ് പോലെ തന്നെയാണ്, പക്ഷേ കുറേയധികം വെബ്സൈറ്റുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു. ടെക്നോളജീസ് വഴി നമുക്ക് ആ ഒരു പാർട്ടീഷനിങ്, വെർച്വൽ പാർട്ടീഷനിങ് ആണ് അവിടെ പെർഫോം ചെയ്തിട്ടുള്ളത്. ആദ്യത്തേതാണ് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഷെയർഡ് ഹോസ്റ്റിംഗ് കുറേയധികം വെബ്സൈറ്റുകൾ ഒട്ടൊരു വെബ് സെർവറിലായിരിക്കും സേവ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതിന്റെ റിസോഴ്സസ് എല്ലാം CPU ആണെങ്കിലും റാം ആണെങ്കിലും ഒക്കെ ഈ വെബ് സെർവേഴ്സ് തമ്മിൽ ഷെയർഡ് ആയിരിക്കും. അപ്പൊ അത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കുറച്ച് ചെറിയ ട്രാഫിക് വരുന്ന വെബ്സൈറ്റുകൾക്കാണ് കൂടുതൽ ഇത് സ്യൂട്ടബിൾ ആവുന്നത്. അതുപോലെ റേറ്റ് നമ്മുടെ കോസ്റ്റ് കുറച്ച് കുറവാണ്, എളുപ്പമാണ് യൂസ് ചെയ്യാനായിട്ട്. നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല, ആ വെബ് സെർവർ ആണ് അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളാണ് അതിന്റെ കംപ്ലീറ്റ് മെയിന്റനൻസ് അല്ലെങ്കിൽ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരായിരിക്കും. യൂസേഴ്സിന്, നമ്മുടെ ഈ വെബ്സൈറ്റ് ഓണേഴ്സിന് അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല.
പിന്നെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഈ ഷെയർഡ് ഹോസ്റ്റിംഗ് യൂസ് ചെയ്തിട്ട് കൂടുതൽ ട്രാഫിക് ഉള്ളത് വരികയാണെങ്കിൽ മറ്റ് വെബ്സൈറ്റുകളിലെ സ്ലോ ഡൗൺ ചെയ്യാനുള്ള ചാൻസ് അതിന് കൂടുതലാണ്. അപ്പൊ കൂടുതൽ ട്രാഫിക് വരുന്ന വെബ്സൈറ്റുകൾ ഇത് പ്രിഫർ ചെയ്യാറില്ല. എങ്ങാനും അത് അങ്ങനെ വരികയാണെങ്കിൽ ബാക്കിയുള്ള സ്ലോ ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഒരു ചെറിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. കൂടുതൽ ആളുകൾ ഓപ്റ്റ് ചെയ്യുന്നത് ഷെയർഡ് ഹോസ്റ്റിംഗ് ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. നമുക്ക് പേഴ്സണലി നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാണ്, നമുക്ക് അധികം ട്രാഫിക് ഒന്നും വരാത്ത വെബ്സൈറ്റ് ആണെങ്കിൽ നമുക്ക് ഷെയർഡ് ഹോസ്റ്റിംഗ് ഓപ്റ്റ് ചെയ്താൽ മതി. അത് എക്കണോമിക്കലാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് ഈസി ടു യൂസ് ആണ്. അതുകൊണ്ട് നമുക്ക് പേഴ്സണൽ വെബ്സൈറ്റ്സ് ഒക്കെ നമുക്ക് ഈ ഒരു ഷെയർഡ് ഹോസ്റ്റിംഗ് മെത്തേഡ് വഴി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ആ പേരിൽ നിന്ന് തന്നെ അറിയാം, അതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഒരു വെബ്സൈറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന വെബ് സെർവേഴ്സ് വരുന്നതിനെയാണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ വെബ് സെർവറിന്റെ റിസോഴ്സസും എല്ലാം ഒറ്റൊരു വെബ്സൈറ്റിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ്. വെബ്സൈറ്റ് ഓണറിന് കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ടായിരിക്കും. അവർക്ക് എത്ര ആ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് അവര് കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ടായിരിക്കും. അപ്പൊ അതിലെ അപ്ഡേഷൻസും അതുപോലെ തന്നെ അതിലെ സെക്യൂരിറ്റി ഇഷ്യൂസും ഒക്കെ ഡീൽ ചെയ്യുന്നതാണ് നമ്മുടെ വെബ്സൈറ്റ് ഓണർ ആരാണോ അയാളാണ് അത് കംപ്ലീറ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നത്. ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്, കോസ്റ്റ് കൂടുതലാണ്. അതുകൊണ്ട് കുറേയധികം ട്രാഫിക് വരാൻ ചാൻസ് ഉള്ള വെബ്സൈറ്റ്സ് ഒക്കെയാണ് ഈ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ഓപ്റ്റ് ചെയ്യുന്നത്. ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അവർക്ക് ഡെഡിക്കേറ്റഡ് സെർവർ എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും, സെക്യൂർ ആയിരിക്കും. ഡാറ്റ ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ചും കൂടി സെക്യൂർ ആയിരിക്കും ഡെഡിക്കേറ്റഡ് സെർവേഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ ഫാസ്റ്റർ ആക്സസ് ആണ്. കാരണം വേറെ ആരുമായിട്ട് ഒന്നും ഷെയർ ചെയ്യുന്നില്ല. അപ്പൊ കൂടുതൽ ഫാസ്റ്റർ ആയിട്ട് വെബ്സൈറ്റിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അടുത്ത ഒരു ടൈപ്പ് ഹോസ്റ്റിംഗ് ആണ് വെർച്വൽ പ്രൈവറ്റ് സെർവർ അല്ലെങ്കിൽ VPS. VPSന്റെ ഫുൾ ഫോം ഒക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. വെർച്വൽ പ്രൈവറ്റ് സെർവർ, സിസ്റ്റം അല്ല സെർവർ ആണ്. വെർച്വൽ പ്രൈവറ്റ് സെർവർ ആണ് VPS എന്ന് പറയുന്നത്. അതാണ് മൂന്നാമത്തെ ടൈപ്പ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞു വെർച്വലൈസേഷൻ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. വെർച്വലൈസേഷൻ ടെക്നോളജി യൂസ് ചെയ്തിട്ട് വെർച്വൽ പാർട്ടീഷനിങ് ആണ് നടക്കുന്നത്. അപ്പൊ നമ്മുടെ വെബ്സൈറ്റ് ഓണർക്ക് അവർക്കത് ഫുള്ളായിട്ടാണ് വെബ് സെർവർ കിട്ടിയിട്ടുള്ളത് എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടാക്കാനായിട്ട് ഈ വെർച്വലൈസേഷൻ ടെക്നോളജീസ് വഴി അവർക്ക് പറ്റുന്നതാണ്. അത് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗിന്റെയും ഷെയർഡ് ഹോസ്റ്റിംഗിന്റെയും ഇടയിൽ ഫീച്ചേഴ്സ് ആവശ്യമുള്ള വെബ്സൈറ്റുകളാണ് ഈ ഒരു ടൈപ്പ് ചൂസ് ചെയ്യും. വളരെയധികം വെബ്സൈറ്റുകൾ ഈ വെബ് സെർവറിൽ തന്നെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഈ വെബ്സൈറ്റുകളെല്ലാം ആക്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള വെബ്സൈറ്റുകളിനെ എഫക്ട് ചെയ്യാതെ തന്നെ നമ്മുടെ വെബ്സൈറ്റിനെ റീസ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ റിസോഴ്സസിനെ യൂസ് ചെയ്യാനൊക്കെയുള്ള ഫ്രീഡം നമ്മുടെ ഡെഡിക്കേറ്റഡ് സെർവറിന്റെ പോലെ തന്നെ ആക്ട് ചെയ്യുന്നതാണ്. എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ ഡെഡിക്കേറ്റഡ് സെർവറിനേക്കാളും കുറവാണ് VPS ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ സെർവർ വിർച്വലൈസേഷൻ ടെക്നോളജീസിന്റെ എക്സാമ്പിൾ ആണ് VMware, VirtualBox, FreeVPS, UserMod, മൈക്രോസോഫ്റ്റ് Hyper-V. ഇനിയാണ് നമ്മളൊരു ഹോസ്റ്റിംഗ് സ്പേസ് പർച്ചേസ് ചെയ്യാൻ നോക്കാം. ഹോസ്റ്റിംഗ് സ്പേസ് പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം നോക്കേണ്ടത് എത്ര സ്പേസ് നമുക്ക് ആവശ്യമുണ്ട്, അതുപോലെ എന്ത് പ്രോഗ്രാമിംഗ് സപ്പോർട്ടാണ് നമുക്ക് ആവശ്യമുള്ളത്. അതായത് നമുക്ക് ലിനക്സ് സെർവർ ആണോ വേണ്ടത് അല്ലെങ്കിൽ വിൻഡോസ് സെർവർ ആണോ വേണ്ടത്, എന്തൊക്കെ പ്രോഗ്രാമിംഗ് സപ്പോർട്ടാണ് നമുക്ക് ആവശ്യമുള്ളത്, ഏത് ഡാറ്റാബേസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്, അതുപോലെ തന്നെ ഏത് പ്രോഗ്രാമിംഗ് ആണ്, PHP ആണോ അല്ലെങ്കിൽ ജാവ ആണോ അല്ലെങ്കിൽ ഏതാണ് നമുക്ക് വേണ്ട പ്രോഗ്രാമിംഗ് സപ്പോർട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഹോസ്റ്റിംഗ് സ്പേസിനെ സെലക്ട് ചെയ്യുന്നത്. നമ്മളൊരു ഹോസ്റ്റിംഗ് മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്തു, അത് നമ്മൾ പർച്ചേസ് ചെയ്തു. ഇനി നമുക്ക് ഇന്റർനെറ്റിൽ നമ്മുടെ വെബ്സൈറ്റിനെ തിരിച്ചറിയണമെങ്കിൽ ആദ്യം എന്ത് കൊടുക്കണം, നമ്മൾ ഡൊമൈൻ നെയിം നമ്മൾ കൊടുക്കണം. ആ ഡൊമൈൻ നെയിം വഴിയാണ് നമ്മുടെ വെബ്സൈറ്റിനെ ഇന്റർനെറ്റിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പേര് കിട്ടിയാൽ മാത്രമല്ല ഒരാൾക്ക് ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഞാനൊരു ultimatech2 എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഞാൻ www.ultimatech2.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ആ ക്രിയേറ്റ് ചെയ്തത് ഒരാൾക്ക് അവിടെ ഇരുന്നിട്ട് ഇന്റർനെറ്റില് ബ്രൗസറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത പേജ് ഡിസ്പ്ലേ വരണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാനത് അവൈലബിൾ ആണെന്ന് നോക്കണം. അത് ഞാൻ രജിസ്റ്റർ ചെയ്യണം. ഇതൊക്കെ ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഹൂയിസ് എന്ന് പറയുന്ന ഡാറ്റാബേസ് ആണ്. നമ്മുടെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വെബ്സൈറ്റുകളുടെയും ഡീറ്റെയിൽസ് സേവ് ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് ആണ് ഹൂയിസ് എന്ന് പറയുന്ന ഡാറ്റാബേസ്. ആ ഹൂയിസ് എന്ന് പറയുന്ന ഡാറ്റാബേസിലാണ് നമ്മൾ എന്ത് ചെക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഉദ്ദേശിച്ചത് ഡൊമൈൻ നെയിം അതിൽ ഓൾറെഡി എടുത്തിട്ടുണ്ടോ ആരെങ്കിലും, അത് നമുക്ക് അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്.
അത് ചെക്ക് ചെയ്യാനായിട്ടാണ് www.whois.net എന്ന് പറയുന്ന ഒരു സൈറ്റിൽ പോയിട്ട് നമ്മൾ അവൈലബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അവൈലബിൾ ആണെങ്കിൽ നമുക്കത് പർച്ചേസ് ചെയ്യാം. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ്, രജിസ്ട്രേഷൻ ഫോം ഉണ്ട്, ആ രജിസ്ട്രേഷൻ ഫോമിൽ നമ്മുടെ ഓണറിന്റെ അഡ്രസ്, ഇമെയിൽ ID അങ്ങനെയുള്ള കുറെ ഡീറ്റെയിൽസ് നമുക്ക് എൻട്രി ചെയ്തു. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ICANN എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഓഫ് അസൈൻ നെയിംസ് ആൻഡ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ് ഈ ഹൂയിസ് ഡാറ്റാബേസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. രജിസ്ട്രേഷൻ ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓണറിന്റെ ഡീറ്റെയിൽസ് ആണ് അതിൽ കൊടുക്കുന്നത്. ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേയ്മെന്റ് ഉണ്ടായിരിക്കും. ആ പേയ്മെന്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡൊമൈൻ നെയിം നമുക്ക് നമ്മുടെ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ട് മാറും. ഡൊമൈൻ നെയിം കിട്ടിക്കഴിഞ്ഞാൽ ആ ഡൊമൈൻ നെയിമിന് കറസ്പോണ്ടിങ് IP അഡ്രസ്, നമ്മുടെ ഏത് സെർവറിലാണോ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിന്റെ ഫയൽസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, ആ അപ്ലോഡ് ചെയ്തിട്ടുള്ള വെബ് സെർവറിന്റെ IP അഡ്രസ് ഈ ഡൊമൈൻ നെയിമിന് കറസ്പോണ്ടിങ് നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഡൊമൈൻ നെയിം നമ്മൾ ബ്രൗസറിൽ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഈ IP അഡ്രസ്സിൽ വെബ് സെർവറിലോട്ട് പോയിട്ട് നമ്മുടെ വെബ്സൈറ്റ് ബ്രൗസറിൽ ലോഡ് ആവും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് റെക്കോർഡ്, അഡ്രസ് റെക്കോർഡ് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. അപ്പൊ അതിലാണ് ആ ഡൊമൈൻ നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ് സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ അതിൽ സേവ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മൾ ഇവിടെ www.ultimatecs2.com ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാല്, ഒരാൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഒരു IP അഡ്രസ്സിൽ പോയിട്ട് നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് റെക്കോർഡ് എന്ന് പറഞ്ഞ അഡ്രസ് റെക്കോർഡ് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. അടുത്തൊരു ടോപ്പിക്കാണ് FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് FTP എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് FTP എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വെബ്സൈറ്റുകളിലെ വെബ് സെർവറിലോട്ട് അപ്ലോഡ് ചെയ്യുന്നു പറഞ്ഞു. ആ അപ്ലോഡിംഗ് നടത്തുന്നത് യൂസിങ് FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ വഴിയാണ് അപ്ലോഡിംഗ് നടത്തുന്നത്. നമ്മുടെ വെബ്സൈറ്റിന്റെ ഫയൽസിനെ വെബ് സെർവറിലോട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. FTP വഴി നമ്മൾ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടായിരിക്കും. നമ്മൾ എങ്ങനെയാണോ സെൻഡ് ചെയ്തത് അതുപോലെ ആയിരിക്കും നമ്മുടെ ഡാറ്റ ട്രാൻസ്ഫർ ആയിട്ട് പോകുന്നത്. അപ്പൊ അതിനെ കുറച്ചുകൂടി സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണ് SFTP എന്ന് പറയുന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. SFTP സെക്യൂർ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. അതിനകത്ത് സെക്യൂർ ഷെൽ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഡാറ്റ നമ്മൾ സെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് സെൻഡ് ചെയ്യുന്ന ഡാറ്റ എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലായിരിക്കും സെൻഡ് ആവുന്നത്. പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടാണ് നമ്മൾ കൊടുത്ത പോലെയല്ല, ചെറിയൊരു കോഡിംഗ് നടത്തിയിട്ട് അല്ലെങ്കിൽ ഒരു എൻക്രിപ്ഷൻ നടത്തിയിട്ടായിരിക്കും ഡാറ്റ സെൻഡ് ചെയ്തത്. അതിനുവേണ്ടിയാണ് SFTP എന്ന് പറയുന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. ഫയൽസ് ഇല്ല, ക്യൂട്ട് FTP, സ്മാർട്ട് FTP ഇതൊക്കെ ഈ FTP ക്ലയന്റ് സോഫ്റ്റ്വെയർസിന്റെ എക്സാമ്പിൾ ആണ്. ഫ്രീ ഹോസ്റ്റിംഗ്, പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഈടാക്കാതെ നമുക്ക് ഫ്രീ ആയിട്ട് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സർവീസ് പ്രൊവൈഡേഴ്സിന് മെത്തേഡിനെയാണ് ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ sites.google.com, yola.com ഇതൊക്കെ ഫ്രീ ഹോസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്. അപ്പൊ അതിനകത്ത് അവർക്ക് ഏർണിങ്സ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ അഡ്വർടൈസ്മെന്റ് അവര് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുക്കും. അതുവഴിയാണ് അവർക്ക് ഏർണിംഗ് കിട്ടുന്നത്. അടുത്താണ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ CMS. ഇപ്പൊ എല്ലാ ആളുകൾക്കും ഒരാൾക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അയാൾക്ക് കോഡിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല. വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണ്ടേ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ വരണ്ടേ എന്നുള്ളതൊന്നും അറിയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അവർക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും കോഡിംഗ് ഒന്നും അധികം അറിയാത്ത ആളുകൾക്ക് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനെയാണ് CMS അല്ലെങ്കിൽ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ വളരെ ഈസി ആയിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ഒരാൾക്ക് കോഡിംഗ് അറിയില്ലെങ്കിൽ പോലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കുറേയധികം ടെംപ്ലേറ്റ്സ് അവരുടെ സൈറ്റുകളിൽ അവൈലബിൾ ആയിരിക്കും. കുറേയധികം ടെംപ്ലേറ്റ്സ് അവർ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതെന്ന് പറഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാം. ചിലപ്പോൾ ചില പ്രൈസ് ചെറിയ ഒരു എമൗണ്ട് ചില എമൗണ്ട് പേ ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിന് എക്സാമ്പിൾ ആണ് WordPress, Drupal, Joomla. ലാസ്റ്റ് ടോപ്പിക് ആണ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ. നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്നത്? ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആയിരിക്കാം, ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആയിരിക്കാം, ടാബ്ലറ്റ് ആയിരിക്കാം, നമ്മുടെ മൊബൈൽ ഫോൺസ് വഴിയായിരിക്കും. അപ്പൊ ഇതിലെല്ലാം നമുക്ക് സ്ക്രീൻ സൈസ് എന്നൊക്കെ പറയുന്നത് സെയിം ആയിരിക്കും, അല്ല, എല്ലാം ഡിഫറെന്റ് ആണ്. ഇപ്പൊ വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്ന ഏത് ഡിവൈസിൽ നിന്നായാലും, അത് സ്മാർട്ട് TV ആയാലും, ഡെസ്ക്ടോപ്പ് ആയാലും, ലാപ്ടോപ്പ് ആയാലും, ടാബ്ലറ്റ് ആയാലും, അതുപോലെ നമ്മുടെ മൊബൈൽ ഫോൺ ആയാലും കറക്റ്റ് ആയിട്ട് നമ്മുടെ ആ വെബ്സൈറ്റ് അതിനകത്ത് വർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഡിസൈനിങ് മെത്തേഡാണ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയുന്നത്. ഫ്ലെക്സിബിൾ ഗ്രിഡ് ലേഔട്ട്, അതുപോലെ ഫ്ലെക്സിബിൾ ഇമേജസ് ആൻഡ് വീഡിയോ,
അതുപോലെ മീഡിയ ക്വറീസ്. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയുന്ന ആ ഒരു കസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയില്ല. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഏത് ഡിവൈസിൽ നിന്നും ഏത് സൈസിലെ ഡിവൈസിൽ നിന്നും കറക്റ്റ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിനെ അവർക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ഏത് സൈസിലുള്ള ഡിവൈസിലൂടെ നമ്മുടെ വെബ്സൈറ്റിനെ ആക്സസ് ചെയ്താലും കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂ അവർക്ക് കൊടുക്കാനായിട്ട് ഈ റെസ്പോൺസീവ് വെബ് ഡിസൈൻ വഴി പോസിബിൾ ആവും. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ 7 തീർന്നിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. താങ്ക് യു.